മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വോൾക്കാനോ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇന്ത്യയിൽ 5-ൽ ഒരാൾക്ക് ഈ അസുഖം കാണാറുണ്ട്. GERD അല്ലെങ്കിൽ LPRD ഒരു അഗ്നിപർവ്വതം പോലെയാണ്. തീക്ക് പകരം ആസിഡാണ് ചീറ്റുന്നത് എന്ന് മാത്രം. മനുഷ്യന്റെ സ്റ്റൊമക്കിൽ, അതായത് ആമാശയത്തിൽ ദിവസേന 1.5 ലിറ്റർ ഗ്യാസ്ട്രിക് ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാകുന്നത്. ഇത് ദഹനത്തിന് നെസസറി ആണ്. ഇത് തൊണ്ടയിലേക്കോ അന്നനാളത്തിലേക്കോ എത്താണ്ടിരിക്കാൻ പല പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും നമ്മുടെ വയറ്റിലുണ്ട്. പക്ഷെ ഇതൊക്കെ അതിജീവിച്ച് ഈ ആസിഡ് തൊണ്ടയിലെത്തുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. നെഞ്ചെരിച്ചിൽ, ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കുക, തൊണ്ടയിൽ അസ്വസ്ഥത, വേദന, ശബ്ദത്തിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ നിർത്താതെയുള്ള ചുമ, ഇതൊക്കെ LPRDയുടെ ഫീച്ചേഴ്സാണ്. നമ്മൾ അസിഡിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ജലൂസിൽ കുടിച്ച് ശമനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശരിയായ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. സൈനസൈറ്റിസ്, ആസ്തമ, ശ്വാസം മുട്ടൽ, ചെവിയിൽ ഇൻഫെക്ഷൻ, എന്തിന് ഈസോഫേജിയൽ ക്യാൻസർ വരെ ഉണ്ടാകാം. GERD ഉണ്ടെന്ന് ഈസോഫേജിയൽ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ 24-hour pH മോണിറ്ററിംഗ്, ലാരിഞ്ചൽ എൻഡോസ്കോപ്പി എന്നീ ടെസ്റ്റുകൾ വഴി കണ്ടെത്താനാവുന്നതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം മതി മൈൽഡ് GERD സിംറ്റംസിന് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കോഫി, സ്മോക്കിംഗ്, ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കിയും വെയിറ്റ് റെഡ്യൂസ് ചെയ്തും ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കുകയും വശം ചിരിഞ്ഞു കിടക്കുന്നതുമൊക്കെ GERDയുടെ മൈൽഡായിട്ടുള്ള സിംറ്റംസിന് ഹെൽപ്പ് ചെയ്യുന്നു. മോഡറേറ്റ് ടു സിവിയർ GERD ഉള്ളവർക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാക്സിമം എടുത്തിട്ടും അല്ലെങ്കിൽ മെഡിസിൻസിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തവർക്കും സർജിക്കൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. GERD അല്ലെങ്കിൽ LPRD ജസ്റ്റ് നെഞ്ചരിച്ചിലാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാതിരിക്കുക. ഏർലി ട്രീറ്റ്മെൻറ്റ് പ്രിവെൻറ്റ്സ് വറീഡ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്.